ശ്രീ കെ കേശവദാസ്, ഇന്നോ ഇന്നലെയോ അല്ല ഇങ്ങനെയൊരു പരിപാടി, ഇങ്ങനെയൊരു പവിത്രമായ ചടങ്ങ് നിളാതീരത്ത് സംഘടിപ്പിക്കാൻ പോകുന്ന കാര്യം ഇവിടുത്തെ സർക്കാരോ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളോ അറിയുന്നത്. സ്വാമിജി പറഞ്ഞത് പ്രകാരം കഴിഞ്ഞ നവംബർ തൊട്ട് തന്നെ ഇതിൻ്റെ എല്ലാവിധത്തിലുമുള്ള നിയമപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ചുകൊണ്ടാണ് സംഘാടകർ മുന്നോട്ട് പോകുന്നത്. പിന്നെ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ സ്റ്റോപ്പ് മെമ്മോ വന്നത്? മഹാമകമേളയെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ അപേക്ഷകളെല്ലാം നൽകിയിരുന്നു. കാരണം ഇത്രയും വലിയൊരു നദീ ഉത്സവം സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ചില കർമ്മ പദ്ധതികളുടെ ഭാഗമായി ഈ ഒരു നദീ ഉത്സവത്തെ ലോകമെമ്പാടും എത്തിക്കുന്ന തരത്തിൽ വലിയൊരു മഹോത്സവമായി നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ 2-3 മാസമായിട്ട് അതിൻ്റെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നവംബർ 14-ാം തീയതി ആദ്യമായി നമ്മൾ ജില്ലാ അഡ്മിനിസ്ട്രേഷനെ സമീപിക്കുകയായിരുന്നു. കലക്ടർക്ക് നേരിട്ട് നമ്മൾ അപേക്ഷ നൽകുകയും അദ്ദേഹവുമായി വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ഈ അടുത്ത കാലത്ത് നടന്ന മഹാകുംഭമേളയെ സംബന്ധിച്ച് അതിൽ കേരളത്തിൽ നിന്നുണ്ടായ പാർട്ടിസിപ്പേഷനെ സംബന്ധിച്ച് അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കേരളത്തിൽ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകാവുന്ന ജനപങ്കാളിത്തത്തെ സംബന്ധിച്ച് എല്ലാം വളരെ വിശദമായിട്ട് അന്ന് നേരിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. കളക്ടർ അതിനെ വളരെ അന്ന് പോസിറ്റീവായിട്ടാണ് ആ വിഷയത്തെ എടുത്തത്. അതിനുശേഷം അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് 11-12 അതായത് ഡിസംബർ 11-ാം തീയതി RDOയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് തിരൂര് വെച്ച് നടക്കുകയുണ്ടായി. അതിൽ ബഹുമാനപ്പെട്ട RDO ഉണ്ടായിരുന്നു, തഹസിൽദാരുണ്ടായിരുന്നു, DYSP ഉണ്ടായിരുന്നു, CI ഉണ്ടായിരുന്നു, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടിയിരുന്ന് നമ്മുടെ മഹാമകമേളയുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ പ്രതിനിധികളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ വിഷയം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ഓരോ പോയിന്റുകളായിട്ട് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുണ്ടായിരുന്നില്ല. കാരണം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിൻ്റെ സംഘാടകരായ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. നമ്മൾ വിശദമായിട്ടുള്ളൊരു സംഘാടക സമിതി, വിപുലമായിട്ടുള്ളൊരു സംഘാടക സമിതി രൂപീകരിച്ചു. ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി. നമുക്കറിയാം, ഈ ഒരു കേരളത്തിൻ്റെ കുംഭമേള എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ കുംഭമേള എന്ന രീതിയിൽ തന്നെ ഈ മഹാമേള വളരെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ തുടർന്ന് ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ആശങ്കയുണ്ടായിരുന്നു. കാരണം ഓരോ ദിവസം കഴിയും തോറും ഇതിന് കിട്ടുന്ന പിന്തുണയും അതിൽ പങ്കെടുക്കാമെന്ന് കാണുന്ന ആളുകളുടെ ജനപങ്കാളിത്തവും കാണുന്ന സമയത്ത് ഇതെങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച്, കാരണം അവിടുത്തെ പല പരിമിതികളും തിരുനാവായെ സംബന്ധിച്ചുണ്ട്. കാരണം അവിടുത്തെ വഴി അടക്കം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പരിസരം അടക്കം എല്ലാം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഭാരതപ്പുഴയിൽ തീരത്ത് മാത്രമാണ് നടത്താൻ സാധിക്കുക. കാരണം അവിടെ വിശാലമായി കിടക്കുന്ന മണൽപ്പരപ്പാണുള്ളത്, ഏക്കർ കണക്കിനുള്ള വിശാലമായ മണൽപ്പരപ്പുള്ളത് കൊണ്ട് അവിടെ തന്നെയാണ് നമുക്ക് നടത്താൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പിന്നീട് യാതൊരു മറുപടിയും ഈ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് നമ്മൾ കലക്ടറെ സമീപിച്ചു. കലക്ടർ റിമൈൻഡർ കൊടുത്തു. അതിനിടയിൽ തന്നെ നമ്മുടെ സ്വാമിജി തന്നെ നേരിട്ട് പോയി നമ്മുടെ ദേവസ്വം മിനിസ്റ്ററെ, വാസവൻ മിനിസ്റ്ററെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തെ നമ്മുടെ രക്ഷാധികാരിയാക്കി. അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ രക്ഷാധികാരിയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. കാരണം ഇത് കേരളത്തിൻ്റെ മൊത്തം ഒരു ഉത്സവമായി, കേരളം ലോകത്തെ സ്വീകരിക്കുന്ന ഒരു ഉത്സവമായിട്ട് അത് മാറും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും നമ്മുടെ സ്വാമിജി നേരിട്ട് തിരുവനന്തപുരത്ത് പോവുകയും DGP ആയിട്ട് നേരിട്ട് മീറ്റിംഗ് നടത്തുകയും DGPക്ക് അപേക്ഷ നൽകുകയും പോലീസിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി മാത്രമാണ് നടത്താൻ സാധിക്കുള്ളൂ, അപ്പോൾ അതിനുവേണ്ട എല്ലാ പിന്തുണ തരാമെന്ന് പറയുകയും ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് നടത്തിയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇതിന് യാതൊരു മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 23 ക്രിസ്മസിൻ്റെ തലേ ദിവസം
ഞങ്ങൾ നേരിട്ട് പോയിട്ട് കളക്ടറെ വീണ്ടും കണ്ടു. കാരണം ഇനി ക്രിസ്മസ് അവധിയാണ് വരാൻ പോകുന്നത്, ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു തീരുമാനമായില്ലെങ്കിൽ നമുക്ക് ഈ അവിടേക്ക് വേണ്ട ബേസിക് സംവിധാനങ്ങളെങ്കിലും ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമയപരിധി വേണം. കാരണം ഇത്രയും അധികം ആളുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് അതിനുവേണ്ട ബേസിക് സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ പോലും അതിനുവേണ്ട സമയം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും ഞങ്ങൾ 23-ാം തീയതി തന്നെ അല്ലെങ്കിൽ 25-ാം തീയതി തന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ 26-ാം തീയതി മുതൽ നമ്മൾ പുഴയിൽ ഇറങ്ങുകയും പുഴ വൃത്തിയാക്കുന്ന നടപടികളിലേക്ക് കടന്നു. 26-ാം തീയതി മുതൽ നമ്മൾ JCB നിർത്തി. കാരണം ആ പുഴയിലെ മണലിൽ മുഴുവൻ വലിയ പുല്ലുകളാണ്. പുല്ല് എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നീക്കം ചെയ്ത് വൃത്തിയാക്കി ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, ആളുകൾക്ക് വരാവുന്ന രീതിയിൽ, സൗകര്യപ്രദമാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലം ഒരുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ JCB ഇറക്കിയ പ്രവർത്തനം ആരംഭിച്ചതാണ്. അത് 26-ാം തീയതി മുതൽ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ, അതായത് മിനിഞ്ഞാന്ന് വരെ നമ്മൾ ഈ JCB അവിടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഏകദേശം 5 JCBയോളം എല്ലാ ദിവസവും അവിടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് യാതൊരു തടസ്സങ്ങളും നേരിട്ടിട്ടില്ല. കാരണം അത്തരം ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെതിരാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാമായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും വില്ലേജിൻ്റെ ഭാഗത്തുനിന്നായാലും എന്ന് വേണ്ട നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും നമുക്ക് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഈവൻ നമ്മൾ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന്, വാട്ടർ അതോറിറ്റിക്ക്, ഹെൽത്തിന് എല്ലാം നമ്മൾ പ്രത്യേക അപേക്ഷ നൽകുകയും അവരുടെ എല്ലാവരുടെയും ആളുകൾ നമ്മൾ ഇവിടെ വരികയും സന്ദർശിക്കുകയും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു സർക്കാരിൻ്റെ ഒരു പൂർണ്ണ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ശ്രീ കേശവദാസ്, അപ്പോഴൊക്കെ അവരുടെ കണ്ണിന് മുന്നിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഈ നവീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുകയാണല്ലോ. പെട്ടെന്ന് ഇന്നൊരു വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ ആയിട്ട് എത്താനുള്ള ഒരു സാഹചര്യം എന്താണ് ആ സ്റ്റോപ്പ് മെമ്മോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും ഈ വില്ലേജ് ഓഫീസർ പറയുന്നത്, വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അടുത്ത് വന്നത്. അവിടെ ഓഫീസിൽ വരികയും അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മളവിടെ ഒരു പാലം, താൽക്കാലിക പാലം നിർമ്മിക്കുന്നുണ്ട്. ഈ താൽക്കാലിക പാലം എന്ന് പറഞ്ഞാൽ നടപ്പാലമാണ്. കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കറിയാം അവിടെ മണൽപ്പരപ്പിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമുള്ള പ്രദേശമാണ്. അപ്പോൾ ഏകദേശം ഒരു 300 മീറ്റർ വരുന്ന ഒരു താൽക്കാലിക പാലം, അത് സാധാരണ ശിവരാത്രി മണപ്പുറത്തും കാലടിയിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതേ ആളുകൾ വന്നിട്ട് തന്നെയാണ് ഈ പണി ചെയ്യുന്നത്. നമ്മുടെ ശിവരാത്രി മണപ്പുറത്തും കാലടി മണപ്പുറത്തും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവർ തന്നെയാണ് ഇവിടെ പാലം നിർമ്മിക്കുന്നത്. ആ പാലത്തിൻ്റെ പണിയും ഏകദേശം 70-80% പൂർത്തിയായി കഴിഞ്ഞു. കാരണം അന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായി പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട്. ആ സമയത്ത് പോലും യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പരാതി എന്താണെന്നോ ആരാണെന്നോ ഒന്നും നമ്മളോട് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ പണി നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നാണ് അദ്ദേഹം വില്ലേജ് ഓഫീസർ പോലീസും ചേർന്ന് വന്നിട്ടാണ് നമ്മളോട് ഈ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്താലല്ലേ ഈ തൃപ്തിപ്പെടുത്തേണ്ടവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ.